അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. നിസാരമല്ല നിക്കാഹിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്ര കരുതലോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അൽഹംദുലില്ലാ, ഇന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം സാറേ, ഈ പരസ്പരം വിശ്വാസം നിലനിർത്താൻ, ഈ പരസ്പരം പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസം നിലനിർത്താനുള്ള അതിൻ്റെ വഴികൾ ഏതൊക്കെയാണ്? നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു, അവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, അവരൊന്നായി ജീവിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ത് വേണം? ഈ ഭർത്താവായാലും ഭാര്യ ആയാലും ഒരു പ്രതീക്ഷിക്കുന്നത് ഒരുപാടൊന്നുമല്ല, എന്നിലൊരു വിശ്വാസം വേണം, ഇല്ലേ? എന്നിലൊരു വിശ്വാസം വേണമെന്ന് ഇരുവരും ഉണ്ടാകും. അതിനെന്താണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്? മറച്ചു വയ്ക്കരുത്. ഏതെങ്കിലും കാര്യം മറച്ചു വെച്ച് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അത് പച്ചപ്പിയാരകത്തില്ല. പച്ചപ്പിയാന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആ പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് ഒന്നും സുതാര്യമായിരിക്കണം, ഏത് കാര്യമായാലും സുതാര്യമായിരിക്കണം. ഇപ്പോൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ ഫോൺ ഡിലീറ്റ് ചെയ്തത്, അങ്ങനെ ഒന്നും വരരുത്. ഫോൺ പരിശോധിക്കലും ഡിലീറ്റ് ചെയ്യലും ഒക്കെ വരുമ്പോഴാണ് സംശയങ്ങളുടെ ഇത് വരുന്നത്. തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ വെറുതെ തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷേ ഇത് പ്രശ്നങ്ങളിലേക്ക് പറയും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ അതെ തുറന്നു പറഞ്ഞ് പരിഹരിക്കപ്പെടണം. അപ്പം ഞങ്ങളൊക്കെ ഈ കോടതികളിലും ഒക്കെ കേസുകൾ വരുമ്പോൾ പലതിൻ്റെയും ബേസ് ഇങ്ങനെയുള്ള സംശയങ്ങളിൽ നിന്നാണ് തുടങ്ങി. ഒരിക്കലും ഒരു സംശയം ഉണ്ടായാൽ പിന്നീട് ഇനി എത്ര കറക്റ്റായിട്ട് പെരുമാറിയാലും അത് പരിഹരിക്കാനൊക്കില്ല. അപ്പോൾ ചിലരാണെങ്കിൽ ഫോൺ വിളിച്ചാൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം പറയും, യഥാർത്ഥത്തിൽ അന്വേഷിക്കുമ്പോൾ ആ സ്ഥലമായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഒരിക്കൽ കള്ളം പറഞ്ഞാൽ പിന്നെ ആ ആളെ എത്ര ശരി പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും എപ്പോഴും വാക്കുതർക്കവും കലഹവും കണ്ടിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഏതായാലും അള്ളാഹയുടെ വഴി സത്യത്തിൻ്റെ വഴിയായിരിക്കണം. ആ സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. ഒരു തെറ്റ് ചെയ്തു പോയി പറഞ്ഞാലേ, ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം വന്നുപോയി, അത് അവരോട് നേരിട്ട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ കാര്യം കറക്റ്റായിട്ട് അംഗീകരിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായി മാറും. അൽഹംദുലില്ലാ, വളരെ വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നമുക്ക് പകർന്നു തരുന്നത്. ഖാൻ കരിക്കോട് സാറിൻ്റെ ഈ വിവാഹ ജീവിതത്തിലെ പങ്കാളികളുടെ പരസ്പരമുള്ള വിശ്വാസം നേടിയെടുക്കാനുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് നമുക്ക് പങ്കുവച്ചത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.